കഴിഞ്ഞ ദിവസം ഡൻസിൽ പോയപ്പോ കുറച്ച് ഷെല്ലോട് കൂടിയിട്ടുള്ള കല്ലുമ്മക്കായ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷെല്ലോട് കൂടിയിട്ടുള്ള കല്ലുമ്മക്കായ മേടിക്കുന്നത്. ഇതിന് മുന്നൊക്കെ നമ്മൾ മേടിക്കുക മീറ്റാണ്. ഇപ്പൊ മസിൽസ് മീറ്റ് നമുക്ക് ഇവിടെ ഒരു എല്ലായിടത്തും ഫ്രോസൺ ആയിട്ട് കിട്ടും. അപ്പോൾ വലിയ പരിപാടിയൊന്നും ഇല്ല. അത് അത്യാവശ്യം ഫുൾ മീറ്റ് ആയിട്ട് കിട്ടുമ്പോൾ സിമ്പിൾ ആയിട്ട് കുക്ക് ചെയ്യാൻ നമുക്ക്. പക്ഷെ ഇങ്ങനെ കുറെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിത് എങ്ങനെയാ പരിപാടി ചെയ്യാന്ന് അറിയണ്ടായില്ല. അപ്പൊ ഇത് നമ്മൾ എപ്പോഴാണ് പോകുമ്പോൾ കാണാറുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പോയപ്പോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് മേടിച്ചു. കുക്ക് ചെയ്യാനൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇത് നമ്മൾ പുഴുങ്ങിയെടുത്ത് ഫ്രൈ ചെയ്യാൻ പോകണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെ കല്ലുമ്മക്കായ ഫ്രൈ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. നമുക്ക് ഈ സാധനം നല്ല നീറ്റ് ആയിട്ട് കഴുകിയെടുക്കാം. അപ്പൊ ഇതുമൊക്കെ നിങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് തേച്ച് വരച്ച് നമുക്ക് കഴുകിയെടുക്കാം. കപ്പ കഴുകാം. നമുക്കൊരു സ്ക്രബ്ബറൊക്കെ വെച്ച് നന്നായി ഉരച്ച് കഴുകട്ടെ. ഇതിന് കുറെ എന്തൊക്കെ ഉണ്ട്. നമ്മൾ പുഴുങ്ങിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ മീറ്റ് മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ഇതിന് നന്നായിട്ട് ഇത് കഴുകിയെടുക്കാം. ഇതിപ്പോ ഒരു പുതിയ സ്ക്രബ്ബർ എടുത്താണ് നമ്മൾ ഇതിന് വേണ്ടി ഇത് ക്ലീൻ ചെയ്യാം. ഇത് ഓർഗാനിക് മസിൽസ് ആണ്. നമ്മളിവിടെ ബീച്ചിലൊക്കെ പോകുമ്പോ നമ്മൾ ടൊണികലിൽ ഒരു ബീച്ചിൽ പോയപ്പോ അവിടെ ഒരു പാറമീ സാധനം നിറച്ച് പറ്റി പിടിച്ചിട്ട് കണ്ടിട്ടുണ്ടായിട്ടോ. കുറെ ചെറുതും വലുതും ഒക്കെ ആയിട്ട്. അപ്പോ ഇതിന് മുന്നേ നാട്ടിൽ നമ്മൾ ഈ സാധനം നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ തൃശ്ശൂർ നമ്മൾ കക്ക കുറെ ഉണ്ടെങ്കിലും കല്ലുമ്മക്കായ അങ്ങനെ ഞാനിതുവരെ വീട്ടിലൊന്നും മേടിച്ചിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് കോഴിക്കോട് പോയപ്പോഴാണ് കല്ലുമ്മക്കായ കഴിക്കുന്നത്. അപ്പൊ അന്ന് ഇത് കണ്ടപ്പോ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇത് എന്തൊരു സംഭവം. അപ്പൊ ഒരുത്തം പറഞ്ഞ ഇത് കല്ലുമ്മക്കായാണ്, ഇത് ഇങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ബോയിൽ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫ്ലഷ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലത്തെ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. അത് ഞാനിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിതൊരു 15 മിനിറ്റ് ആയിട്ടാ ഇത് ബോയിൽ ചെയ്ത്. അപ്പൊ ഇത് നന്നായിട്ട് ഇങ്ങനെ ഷെല്ല് ഓപ്പൺ ആയി മീറ്റ് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് കോരി എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് വിടിയിച്ചെടുക്കാം. ഇറച്ചി മാത്രം. ചില ഇറച്ചിയൊക്കെ ഇതിൽ ഓൾറെഡി തന്നെ ഇതിൽ നിന്ന് വിട്ട് ഇതിലേക്ക് വീടെടുക്കുന്നുണ്ട്. അത്ര വലിയ സൈസ് അല്ല, എന്നാ ഒരു മീഡിയം സൈസ്, അത്ര ചെറുതല്ല കേട്ടാ. 1 കിലോനായിരുന്നു. ഇതിന്റെ ഉള്ളിൽ നമുക്ക് 200 ഗ്രാം കിട്ടുമെന്ന് അറിയില്ലേ. അപ്പൊ നമ്മുടെ കല്ലുമ്മക്കായ നല്ല കറക്റ്റ് ആയിട്ട് നല്ല വിട്ട് വന്നിട്ടാ. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ എന്താ പറയാ ഫ്ലഷ് ഇതിന്ന് എടുക്കാം. ഷെല്ലിന്റെ ഉള്ളിൽ നിന്ന് ഇത് ബോയിൽ ചെയ്ത് പറഞ്ഞപ്പോ നല്ലൊരു മണം ഉണ്ട് കേട്ടോ. ഒരു നല്ല നൈസ് മണം. ഇതൊരു തുണ്ടല്ലോണ്ടാ. ഇതൊരു കുഞ്ഞി കല്ലുമ്മക്കായ ആയതുകൊണ്ട് ഇതിലിറച്ചി വളരെ ചെറുതാക്കാണില്ല. നമ്മള് ഫ്രോസൺ മേടിക്കാറുണ്ട് കേട്ടോ ഈ സാധനം. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടിയും
വലിയ മീൻസ് വലിയതായിരിക്കണം, കാരണം അതിൻ്റെ ഇറച്ചി നല്ല വലുതാണ് കിട്ടാറ്. അത് മേടിക്കുമ്പോൾ പക്ഷെ അത് ഫ്രോസൺ ആയത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമുണ്ട്. പക്ഷെ ഇതിപ്പോൾ പുഴുങ്ങി വന്നപ്പോൾ ഏറെക്കുറെ അതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ കാണുന്നത് കുറച്ചും കൂടി വേറെ ടൈപ്പാണ്. ചിലപ്പോൾ അത് ഓരോ സ്ഥലത്തിൻ്റെ വ്യത്യാസവും ഉണ്ടാവുമായിരിക്കാം. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഇത് ഇവിടെയൊക്കെ ഷെല്ലുമ്പോഴൊക്കെ കുറച്ചും കൂടി നല്ല നീല കളറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നുമല്ല, ഇത് ഇത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ 1 കിലോ ഈ സാധനം പൊളിച്ചിട്ട് നമുക്ക് ആകെ കിട്ടിയത് ഈ തുണ്ട്. ഇത് നമുക്ക് വയറിറച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 കിലോ മേടിക്കേണ്ടി വരും തോന്നുന്നു. പക്ഷെ ഇതൊരു കൗതുകത്തിന്റെ പുറത്ത് മേടിച്ചതാ. അല്ലാതെ ഇത് ഇങ്ങനെ ഈ സാധനം മാത്രം തിന്നാ മതി നമ്മൾ നോർമലി ഫ്രോസൺ മേടിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊരു ഒരു കൗതുകത്തിന്റെ പുറത്ത് മേടിച്ചതോ. ഇനി ഇതിന്റെ ബാക്കിലുള്ള വേസ്റ്റും കൂടി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. നമുക്കിതിനെ കക്കറച്ചി പോലെ തന്നെ ഇതിലും ആ സെയിം പോലെ തന്നെ വേസ്റ്റ് ഇട്ടിട്ടാ. അത് ആ സെയിം പോലെ നമ്മളിങ്ങനെ കക്കറച്ചി ഇങ്ങനെ എടുത്തു കളയില്ല, അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തു കളയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഇതിന്റെ ബാക്കില് ഒരു ബ്രൗൺ കളറിലുള്ള ഒരു നീണ്ടു നിൽക്കുന്ന ഒരു സാധനം ഉണ്ട്. അതും കൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾക്ക് കിട്ടിയ ഫ്ലഷ് ചെയ്ത് നമ്മള് വേസ്റ്റ് ഒക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കാം. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മാരിനേഷൻ ആണ് ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളകും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചത്. ഇനി കുറച്ച് നേരം നമുക്ക് ഒരു റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും, ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ വെളിച്ചെണ്ണ എടുക്കണേ. ഇവിടെ സമ്മർ ആയതായിരുന്നു ചെറുതായിട്ട്, പക്ഷെ വെളിച്ചെണ്ണ മെൽറ്റ് ആയില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആവണ പോലെ ആയിരുന്നു. പിന്നെ വീണ്ടും തണുപ്പായി. കഴിഞ്ഞ ആഴ്ച 28 ഡിഗ്രി ഒക്കെ വന്നിട്ടുണ്ടായി. 28 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നല്ല ചൂടാണ്. നാട്ടിൽ നമ്മൾ 40 ഡിഗ്രി ഒക്കെ ഏതാണെങ്കിൽ ഇവിടെ 28 ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ചൂടായിരിക്കും. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളൊരു കുഞ്ഞ പാൻ എടുത്തിട്ടുള്ളത് ഇതാക്കാം. നമ്മുടെ ആകെ ഒരു തുണ്ട് സാധനമുള്ളൂ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഈ സാധനം അടച്ചു വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് മോതി തെറിക്കും. അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം കുക്ക് ചെയ്യാൻ പോകണ്ട. നമ്മളതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ അതൊന്ന് കുക്കായി വരുമ്പോൾ അതിന് നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് നല്ല ഫ്രൈ ആവണ വരെ, നമുക്ക് ആവശ്യത്തിന് പാകത്തിന് വേണ്ട ഫ്രൈ ആവണ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത്തിരി നേരം കഴിയുമ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. നമുക്ക് ഒന്നും കൂടി അത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ സാധനം അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫൈനൽ പരിപാടി. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്.
കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കട്ടെ ഇതിൻ്റെ മുകളിൽ. ഇത് ഉണങ്ങിയ കറിവേപ്പില കേട്ടോ, നമ്മൾ നാട്ടിൽ നിന്ന് ഉണക്കി കൊണ്ടുവന്നാണ്. നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ട് ഇടാം. നമുക്കിതിന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടാ. നമ്മൾ 1 കിലോ കല്ലുമ്മക്കായ മേടിച്ചിട്ട് നമുക്ക് ആകെ കിട്ടിയത് 2 മണിയാണ്. ഇത്ര അധികം നേരം പണിയെടുത്തിട്ട് ഇത് കിട്ടിയ അതൊരു കൗതുകത്തിന്റെ പുറത്ത് മേടിച്ചതാ. ഇനി കൗതുകില്ല, കഴിഞ്ഞു ഫസ്റ്റത്തെ ഒരു പ്രാവശ്യമുള്ളത് കൗതുകം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇത് സംഭവം നല്ല ടേസ്റ്റാ. മറ്റേ ഫ്രോസൺ മേടിക്കുന്ന ടേസ്റ്റ് ഇതില്ല. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ. താങ്ക് യു സോ മച്ച് വാച്ചിങ്.